ഗുഡ് നൈറ്റ് റിപ്പോർട്ടറിലേക്ക് വീണ്ടും കണ്ണൂർ കണ്ണാടിപ്പറമ്പിൽ ക്ഷേത്രോത്സവത്തിനിടെ ആന ഇടഞ്ഞു. വാഹനങ്ങൾ തകർത്തു. ക്ഷേത്രത്തിന്റെ ചുറ്റുമതിൽ തകർത്ത ആന റോഡിലേക്ക് ഓടി. ആനയെ തളയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. അർജുൻ കല്യാട് വിവരങ്ങൾ നൽകും. അർജുൻ, ഈ ആനയെ തളയ്ക്കാനുള്ള ശ്രമം തുടരുകയാണോ ഇപ്പോഴും? ഇപ്പോഴും ആനയെ തളയ്ക്കാനുള്ള ശ്രമം നാട്ടുകാരും പോലീസും ഒക്കെ ചേർന്ന് തുടരുകയാണ്. എന്തായാലും ഇന്ന് ഏകദേശം ഒരു 9 മണി 10 മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. കർണൻ എന്ന പേരുള്ള ആനയാണ് കണ്ണാടിപ്പറമ്പ് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ ഇങ്ങനെ ഇടയുന്നത്. അതിനുശേഷം ആ ക്ഷേത്രത്തിന്റെ ചുറ്റുമതിലിനോടും അതിന്റെ പാർക്കിംഗ് ഗ്രൗണ്ടിലുമൊക്കെ പാർക്ക് ചെയ്തിരുന്ന നിരവധി വാഹനങ്ങൾ ഈ ആന തകർക്കുകയും ചുറ്റുമതിൽ തകർത്ത് ആന റോഡിലേക്ക് ഓടുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഏകദേശം 1 കിലോമീറ്ററിലധികം ദൂരം ഈ ആന സഞ്ചരിച്ചിട്ടുണ്ട്. ഏകദേശം ഇപ്പോൾ സ്റ്റെപ്പ് റോഡ് എന്ന് പറയുന്ന ആ ഭാഗത്താണ് ആന എത്തി നിൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പുതുതായി നമുക്ക് നൽകാൻ വേണ്ടി കഴിയുന്ന വിവരം. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഭീകരാവസ്ഥ തന്നെയാണ് അവിടെ ഉള്ളത് എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയും. നാട്ടുകാരൊക്കെ ആനയെ തളക്കാൻ വേണ്ടിയിട്ടുള്ള തീവ്രമായിട്ടുള്ള ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. സമീപത്തൊക്കെ ആളുകൾ താമസിക്കുന്ന വീടുകളുള്ള പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകളും കുട്ടികളും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് പേരൊക്കെ ഉള്ള ഒരു പ്രദേശമാണ്. ക്ഷേത്രോത്സവത്തിനിടയിൽ അല്ലെങ്കിൽ അവിടെയും ഒരുപാട് ആളുകൾ തടിച്ചുകൂടിയ ഒരു ഉത്സവം നടക്കുകയായിരുന്നു. പക്ഷേ ആളുകൾക്ക് അല്ലെങ്കിൽ ആർക്കെങ്കിലും പരിക്കേൽക്കുകയോ അല്ലെങ്കിൽ അത്തരം സംഭവം ഉണ്ടായിട്ടില്ല എന്നതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ വേണ്ടി കഴിയുന്നത്. അത് ഏറെ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. വാഹനങ്ങൾക്കാണ് കാര്യമായ രീതിയിലുള്ള കേടുപാടുകളൊക്കെ സംഭവിച്ചിരിക്കുന്നത്. ആളുകളെ ആ സമയത്ത് തന്നെ അവിടെ നിന്ന് മാറ്റുന്നതിൽ നാട്ടുകാരും പോലീസും ഒക്കെ ഒരു സന്നദ്ധ പ്രവർത്തകരെ പോലെ ആ സമയത്ത് ഇടപെട്ടതുകൊണ്ട് തന്നെ അപകടം ഒഴിവായിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ പറയുന്ന രീതിയിൽ ഉത്സവത്തിന് ശേഷം തളച്ച ആനയാണ്. അതായത് ഉത്സവം കഴിഞ്ഞ് അതിനുശേഷം തളച്ച് അവിടെ നിന്നാണ് ആന പിന്നീട് ഇടഞ്ഞ് ഓടിയത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഉത്സവം അവിടെ അവസാനിച്ചിരുന്നു. അതിനുശേഷമാണ് ആന ഇടഞ്ഞത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏകദേശം ഒരു 11 മണിയോടുകൂടി ഒരു 10 മണിക്ക് ശേഷമാണ് ഈ സംഭവം. ആന ഇടഞ്ഞ് റോഡിലേക്ക് ഓടുകയും ഒക്കെ ചെയ്തത്. ആ സമയത്ത് ഈ ക്ഷേത്രത്തിന്റെ പറമ്പിലൊക്കെ ഒരുപാട് വാഹനങ്ങൾ പാർക്ക് ചെയ്തിരുന്നു. ആ വാഹനത്തിലൊക്കെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴും ഈ ആനയെ തളക്കാനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അർജുൻ, ഈ ദൃശ്യങ്ങൾ കുറച്ച് ആശങ്കപ്പെടുന്നതാണല്ലോ. റോഡിലൂടെ ഇങ്ങനെ ആന വരുന്നു, ഇരുചക്ര വാഹനങ്ങളൊക്കെ വരുന്ന സമയമായിരിക്കുമല്ലോ ഇത്. സ്വാഭാവികമായും അവിടെ ഒരു ജാഗ്രതാ നിർദ്ദേശമൊക്കെ നൽകിയിട്ടുണ്ടോ? ഇപ്പോൾ ഈ ആന നിൽക്കുന്ന പ്രദേശത്തിന്റെ പല ഭാഗങ്ങളിലുള്ള ഗതാഗതമൊക്കെ ഇപ്പോൾ പോലീസ് ഇടപെട്ടുകൊണ്ട് നിയന്ത്രിച്ചിട്ടുണ്ട്. ഈ ക്ഷേത്രോത്സവത്തിനിടയിലുള്ള പോലീസുകാർ അല്ലെങ്കിൽ ആ ഉത്സവത്തെ നിയന്ത്രിക്കാൻ ആവശ്യമായ പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമായിരുന്നു ആദ്യഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്നത്. പിന്നീട് ഈ സംഭവത്തിന് പിന്നാലെ തന്നെ ഇപ്പോൾ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ അവിടത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. നാട്ടുകാരുടെ ഒരു സന്ദർഭോചിതമായിട്ടുള്ള ഇടപെടലും നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ വേണ്ടി കഴിയുകയും ചെയ്യുന്നുണ്ട്. ആ മേഖലയിലുള്ള ആളുകളെയൊക്കെ കൃത്യമായ രീതിയിൽ അലേർട്ട് നൽകാനും അവരോടൊക്കെ തന്നെ അനാവശ്യമായി പുറത്തേക്ക് ഇറങ്ങരുത് അല്ലെങ്കിൽ വീടിനകത്ത് തന്നെ നിൽക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം, റോഡിലേക്ക് ഇറങ്ങരുത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെയുള്ള നാട്ടുകാർ അത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് ഉൾപ്പെടെ നൽകിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴും ഈ ആനയെ തളക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഏറെ ആശങ്കാജനകമായിട്ടുള്ള കാര്യം. ഉത്സവത്തിന് ശേഷം ഉത്സവം ഏകദേശം 9 മണി 10 മണിയോടുകൂടിയാണ് ഉത്സവം അവസാനിക്കുന്നത്. പക്ഷേ ഉത്സവത്തിന് ശേഷവും ആ ക്ഷേത്രത്തിന്റെ പരിസരത്ത് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. ഉത്സവത്തിന്റെ ഭാഗമായി ആളുകളെല്ലാം തന്നെ ആ വാഹനമൊക്കെ ക്ഷേത്രത്തിന്റെ പരിസരത്തുള്ള പാർക്കിംഗ് ഗ്രൗണ്ടുകളിൽ പാർക്ക് ചെയ്യുകയും അതിനുശേഷം ഉത്സവം ആസ്വദിച്ച് പിന്നീട് കലാപരിപാടികളൊക്കെ കണ്ട് വീട്ടിലേക്ക് മടങ്ങുന്നതിന് വേണ്ടി നിൽക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിൽ ഉത്സവം കഴിഞ്ഞ് ആനയെ വിശ്രമിക്കാൻ കൊണ്ടുപോകുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയും അവിടെ തളച്ച സ്ഥലത്ത് നിന്നാണ്, അതായത് ഉത്സവം കഴിഞ്ഞതിന് ശേഷം ആനയെ തളച്ചിരുന്നു. അവിടെ നിന്നാണ് ആന ഇങ്ങനെ അല്ലെങ്കിൽ ആന ഇത്തരത്തിൽ ഇടഞ്ഞ് പിന്നീട് റോഡിലേക്കും ഈ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്കും ഒക്കെ ഓടുന്നത്. ചുറ്റുമതിലുൾപ്പെടെ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇനിയും വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കുമോ എന്നുള്ള വലിയ ആശങ്ക നിലനിൽക്കുന്നു. ഇതിപ്പോൾ എത്ര സമയമായി ആന ഇത്തരത്തിൽ പരിഭ്രാന്തി പടർത്താൻ തുടങ്ങിയിട്ട്? 1 മണിക്കൂർ ആവുകയാണ് ആര്യ. 11 മണിക്ക് മുൻപായി തന്നെ ആന ഇത്തരത്തിൽ ആ ക്ഷേത്ര പരിസരത്ത് ആശങ്ക ഉണ്ടാക്കിയിട്ട് ഏകദേശം 1 മണിക്കൂർ പിന്നിടുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. എന്തായാലും ആന ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നു. ഏകദേശം 2 കിലോമീറ്ററിലധികം ദൂരം ഇപ്പോൾ തന്നെ ആന സഞ്ചരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏകദേശം കണ്ണാടിപ്പറമ്പിൽ നിന്നും സ്റ്റെപ്പ് റോഡ് ഭാഗത്തേക്ക്, അതായത്
ഈ വാർത്ത കാണുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഭാഗത്തുള്ള ആളുകളൊക്കെ ഒന്ന് ജാഗ്രത പാലിക്കേണ്ടത് തന്നെയാണ്. സ്റ്റെപ്പ് റോഡ് ഭാഗത്തേക്കാണ് ആന ഇപ്പോൾ ഇടഞ്ഞു ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്നും അവിടെയുള്ള ആളുകളിൽ നിന്നുമൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ആ ഭാഗത്തുള്ള ആളുകളൊക്കെ ജാഗ്രത പാലിക്കണം എന്നുള്ള ഒരു അറിയിപ്പ് കൂടി നമ്മൾ നൽകുകയാണ്. ഇപ്പോഴും ആന ഓടിക്കൊണ്ടിരിക്കുക തന്നെയാണ്. അതായത് ഒരിടത്തും ആനയെ തളച്ചു നിർത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. പോലീസും നാട്ടുകാരും ഒക്കെ അതിന് തീവ്രമായി പരിശ്രമിക്കുന്നുണ്ട് എങ്കിൽ കൂടി ആ പരിശ്രമങ്ങളെയൊക്കെ വിഫലമാക്കിക്കൊണ്ട് ആന ഇപ്പോഴും സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആനയെ തളക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടല്ല എങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ആശങ്കപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും ഇപ്പോൾ ആ ആനയെ തളക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീവ്രമായിട്ടുള്ള ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആനയെ പോലീസ് ഉദ്യോഗസ്ഥരോടൊക്കെ നമ്മൾ ബന്ധപ്പെടുമ്പോൾ ഈ പോലീസ് സ്റ്റേഷനിലൊക്കെ ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത് അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ട്. ആനയുടെ പാപ്പാന്മാരും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആളുകളൊക്കെ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് എന്നുള്ളതാണ് അവരൊക്കെ പറയുന്നത്. പക്ഷെ എന്തായാലും ഒരു ജാഗ്രത വേണമെന്നുള്ള കാര്യം പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും ആനയെ ഉടൻ തളക്കാൻ വേണ്ടി കഴിയും എന്നുള്ള വിശ്വാസം അവർ പങ്കുവെക്കുകയാണ്. പക്ഷേ ഇപ്പോഴും ആശങ്കയായി നിൽക്കുന്നത് ആനയെ തളക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നതാണ്. അർജുൻ, ഇതൊരു കോമ്പൗണ്ടിലല്ല ആന ഉള്ളത് എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്.